2025 മകരം, കുംഭം, മീനമാസങ്ങളിൽ ജനിച്ച മൂലം നക്ഷത്രക്കാർക്ക്. അപ്പോൾ നക്ഷത്രം മൂലം ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ, ഇപ്പോൾ ജാനുവരി 8-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള കലണ്ടർ എടുത്തിട്ട് ജാനുവരി 8-ൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം നോക്കിയാൽ മതി. അപ്പം മകരമാസത്തിൽ ജനിച്ച മൂലം നക്ഷത്രക്കാരുടെ ഫലം ആദ്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവും ടെൻഷനും കാണുന്നുണ്ട്. കേസ് വഴക്കിനൊന്നും പോകരുത്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ശത്രുതയും കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ഫെബ്രുവരി മാസം പൊതുവെ മോശമാണ്. മക്കൾക്കും മാതാവിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യം അത്ര നല്ലതല്ല. ചെറിയ തടസ്സങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. മാർച്ച് മാസവും പൊതുവെ കുടുംബപരമായിട്ടെല്ലാം കുറച്ച് മോശമായിട്ടാണ് കാണുന്നത്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. മാതാവിന് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. മക്കളുമായിട്ടും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട്. ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിൽ കണ്ടെത്തും. പക്ഷേ മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. മെയ് ജൂൺ മാസങ്ങൾ, മെയ് ജൂൺ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിൽ കണ്ടെത്തും. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല. സഹോദരാദികൾക്കും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. മനസ്സമാധാനക്കുറവെല്ലാം കുറച്ച് കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. മെയ് മാസം കേസ് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ജൂലൈ ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിലെ കണ്ടെത്തും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ശത്രുത കാണുന്നുണ്ട്. തടസ്സങ്ങൾ കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. സഹോദരങ്ങൾക്കും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. സെപ്റ്റംബർ മാസം പൊതുവെ മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. മാതാവിനും സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല. ഒക്ടോബർ നവംബർ മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണങ്ങൾ എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ, പുതിയ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത്. ഡിസംബർ മാസം കുറച്ച് മോശം തന്നെ. അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ട്രാൻസ്ഫർ ഉണ്ടാവുക, കേസ് വഴക്കിനൊന്നും പോകരുത്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. ഇനി കുംഭമാസത്തിൽ ജനിച്ച മൂലം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അവർക്ക് ജാനുവരി മാസം
വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. മാതാവിനും നല്ല സമയം തന്നെയാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ഫെബ്രുവരി മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല. കേസ് വഴക്കിലൊന്നും പോകരുത്. മാർച്ച് മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. സഹോദരാദികൾക്കും നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഏപ്രിൽ മെയ് മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ ഏപ്രിൽ മാസങ്ങൾ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. മെയ് മാസത്തിൽ കുറച്ച് മനസ്സമാധാനക്കുറവും കാണുന്നുണ്ട്. ജൂൺ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. കേസ് വഴക്കലുണ്ടെന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. ജൂലൈ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം പൊതുവെ നല്ലതാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കുറച്ച് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ടും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. കേസ് വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നു. സെപ്റ്റംബർ മാസം പൊതുവെ മോശമാണ്. മക്കളും പിതാവും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ബാധ്യ തടസ്സങ്ങൾ, പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. ഒക്ടോബർ നവംബർ മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഒക്ടോബർ മാസം ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലൊരു മാസമാണ്. ദൂരെ യാത്രകൾക്കെല്ലാം അവസരവും കാണുന്നുണ്ട്. ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും മക്കളും മാതാവും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നു. ഇനി മീനമാസം ജനിച്ച മൂലം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. ജാനുവരി മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകും. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും
ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല, വീട് നിർമ്മാണത്തിന് പറ്റിയ മാസമല്ല, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. ഏപ്രിൽ മാസം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വ്യക്തിപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹത്തിൽ അന്വേഷിക്കുന്നതൊക്കെ കണ്ടെത്തും. പക്ഷേ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. മെയ് ജൂൺ മാസങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. മെയ് മാസം പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയതല്ല. മനസമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട്. ജൂൺ മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ജൂൺ മാസം കേസ് വഴക്കിലെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും. ജൂലൈ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. എന്തെങ്കിലും മനസമാധാനക്കുറവ് കാണുന്നുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം കേസ് വഴക്കിലൊന്നും പോകരുത്. സെപ്റ്റംബർ മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കാം. ഒക്ടോബർ മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. ഇതിനെല്ലാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഒക്ടോബർ. നവംബർ ഡിസംബർ മാസങ്ങളിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണെങ്കിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഇവിടെ ആരോഗ്യ പ്രശ്നം എന്നതുകൊണ്ട് തട്ടിമുട്ടി വീഴുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ നവംബർ മാസം ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലൊരു സമയമാണ്. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നവംബർ മാസം നല്ലതാണ്. ദൂരെ യാത്രകൾ പോകാനുള്ള അവസരമെല്ലാം ഉണ്ടാകും. പൂർവിക സ്വത്തുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ നവംബർ മാസമാണ് നല്ലത്. ഡിസംബർ മാസത്തിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം ഒന്ന് ശ്രദ്ധിക്കാം.